ലാലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അതിനൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഞാൻ കുറേ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കോളകളാക്കി ഇങ്ങനെ പൊളിച്ച് കളയണം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ ഭാഗം കറുത്തതാണ്, അത് എടുക്കാൻ കൊള്ളത്തില്ല. ഇങ്ങനെ കറുപ്പ് നിറം അല്ലെങ്കിൽ നല്ല നിറമാണെങ്കിൽ അത് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന്. ഇങ്ങനെ ചെറുതായി കൊത്തി അരിഞ്ഞ് വേണം എടുക്കാൻ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിയാൻ അറിയാൻ വയ്യാത്തവർക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് വേണമെങ്കിലും അരിയാം. ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറേ ഭാഗം നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ നടുക്കൊരു സാധനമുണ്ട്, അത് നമ്മൾ അരിഞ്ഞിടരുത്. അതിന് നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തി അരിയണം. അത് ചേർത്ത് അരിയാതെ അപ്പോൾ ആ സാധനം നമ്മൾ എടുത്ത് കളയണം അവസാനം വരുമ്പോൾ. ഈ നടുവിലത്തെ ഭാഗം ഇങ്ങനെ നമ്മൾ ചെത്തിക്കളയണം. ഇങ്ങനെ നമ്മൾ അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ ആ ഭാഗത്തെ കൊള്ളാതെ നമ്മളിങ്ങനെ ചരിച്ച് അവിടെ അരിഞ്ഞെടുക്കണം. അല്ല, ഇവിടെ അങ്ങ് കണ്ടിച്ച് കളഞ്ഞാലും മതി. ഇങ്ങനെ വാഴക്കൂമ്പെല്ലാം നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വാഴക്കൂമ്പാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച വാഴക്കൂമ്പാണ്. അതിന് ചേർക്കാൻ വേണ്ട 1 കപ്പ് തേങ്ങ, അതിന് ചതച്ചിടാനാണ് 1 കപ്പ് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. വെളുത്തുള്ളിയും ജീരകവും ഒന്നും കൂടി പോകരുത്. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങൾ, കറിവേപ്പില, 3 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് ചതച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമായ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ ഇതെല്ലാം കൂടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ നൂലെല്ലാം എടുത്ത് കളയണം. ഇതിൻ്റെ കറയെല്ലാം മാറ്റിക്കളയണം. ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കുമ്പോൾ ഇതിൻ്റെ നൂലെല്ലാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടും.
പാത്രത്തിലാണ് ഇതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റിക്കളയാം. ഈ പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജീരകം ഒന്നും കൂടാൻ പാടില്ല. എല്ലാം കുറച്ച് മാത്രമേ ഇതിനകത്ത് ചേർക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ രുചി തന്നെ മുന്നോട്ട് നിൽക്കും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പൂവും വിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് കൊത്തി വെച്ച് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ച് വെച്ച് വേവിക്കും. ഇങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഡയബറ്റിക് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് നല്ലതാണ്. ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.